മുസ്ലിം ലോകം പ്രതീക്ഷിച്ച വെള്ളിയാഴ്ചയെത്തി. ഇന്ന് മണിക്കൂറുകൾ കഴിയുമ്പോൾ പള്ളി മിമ്പറുകളിലൂടെ ലോകവിശ്വാസികളുടെ ഹൃദയത്തിൽ നിന്ന് വേദനയിൽ ചാലിച്ചെടുത്ത സലാമുകൾ ഏറ്റുവാങ്ങുകയാണ് നമ്മുടെ പരിശുദ്ധമായ റമദാൻ. നമ്മുടെ സലാമുകളും ഏറ്റുവാങ്ങിയ റമദാൻ നമ്മളോട് യാത്ര ചോദിക്കും. ഇനി 2 ദിവസം റമദാൻ എല്ലാ രീതിയിലും പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി അവസാനം പെരുന്നാളിന്റെ പൊന്നമ്പലി ദൃശ്യമാകുന്നതോടുകൂടി അള്ളാഹുവിന്റെ വിരുന്നുകാരൻ അള്ളാഹുവിലേക്ക് തന്നെ തിരിച്ചുപോകും. അവിടെ ചെന്നുകൊണ്ട് നമ്മെ സംബന്ധിച്ച റബ്ബിനോട് എല്ലാ റിപ്പോർട്ടുകളും സമർപ്പിക്കുമ്പോൾ എന്താണാവോ റമദാൻ നമ്മെ സംബന്ധിച്ച് പറയുക എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഇന്നത്തെ പകലിൽ നമുക്ക് തേടാൻ ഹൃദയം നിന്നുകൊണ്ട് അള്ളാഹു ഈ റമദാൻ നമുക്ക് അനുകൂലമാക്കി തരട്ടെ. അള്ളാഹുടെ മുമ്പിലെത്തുമ്പോൾ റമദാൻ നമ്മെക്കുറിച്ച് 100 നാവോടെ പ്രകീർത്തിക്കുന്ന ഒരു ബന്ധമാക്കി അള്ളാഹു തരട്ടെ. അതോടൊപ്പം തന്നെ ഒരുപാട് റമദാനുകൾ, ഒരുപാട് ആയുസ് നീണ്ടുകെട്ടിയ തഖ്വയോടുകൂടി അനുഭവിക്കാനും ആസ്വദിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി റബ്ബിനോട് ദുആ ചെയ്യാം. മഹാരാത്രി നമ്മിലേക്കെത്താൻ ഇനി ഒരു പകലിന്റെ ഒരു അകൽച്ച മാത്രം. പരിശുദ്ധമായ ലൈലത്തുൽ ഖദർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. പരിശുദ്ധ ഖുർആൻ എന്ന മഹത്വത്തെ നാം അവതരിപ്പിച്ചത് ഖദറിന്റെ രാത്രിയാണ്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ഖദറിന്റെ രാത്രി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അങ്ങക്കറിയുമോ? ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. ലൈലത്തുൽ ഖദറില്ലാത്ത 1000 മാസങ്ങളെക്കാൾ പവിത്രമാണ് ഇബാദത്തുകൾക്ക് ആ ഒരൊറ്റ രാത്രിയിൽ. അത്ര മഹത്തായ ഒരു രാത്രിയാണ് ഖദറിന്റെ രാത്രി എന്ന് ഖുർആൻ പറഞ്ഞ ആ പരിശുദ്ധമായ രാത്രിയിലേക്ക് നാം അടുക്കുകയാണ്.